നമസ്കാരം. UAE ദേശീയ ദിന ആശംസകൾ. ഈദ് അൽ ഇത്തിഹാദ് വിഷസ് ടു വൺ ആൻഡ് ഓൾ. വെൽക്കം ടു യുവർ മണി. ഇന്ന് എന്നോടൊപ്പമുള്ളത് UAEയുടെ ഫോമൽ രൂപീകരണത്തിന് മുമ്പ് UAEയിലെത്തിയ പ്രിയപ്പെട്ട മലയാളി KV ഷംസുദ്ദീനാണ്. നമസ്കാരം. നമസ്കാരം. UAE ദിനാശംസകൾ. UAE ദിനാശംസകൾ മാത്തുക്കുട്ടിക്കും NTVക്കും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുന്നു. ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് മുഴുവൻ തീർച്ചയായിട്ടും. നമ്മൾ ഇന്നലെ പ്രിയപ്പെട്ട കേരള CM ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടിരുന്നു. 1 മണിക്കൂറിലധികം നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ മുഴുവൻ ഈ പ്രദേശത്തെ, ഈ രാജ്യത്തെ ഭരണാധികാരികളോട്, ഓരോ എമിറേറ്റിലെയും ഭരണാധികാരികളോട്, മലയാളികളോട് കാണിക്കുന്ന സ്നേഹത്തിനും താല്പര്യത്തിനും കരുതലിനും അദ്ദേഹം നന്ദി നമുക്ക് വേണ്ടി പല പ്രാവശ്യം എടുത്തു പറഞ്ഞു. അതാണ് ഞങ്ങൾക്കും ഈ പ്രിയപ്പെട്ട രാജ്യത്തെ ഭരണാധികാരികളോട്, UAE പ്രസിഡൻറ്റിനോടും വൈസ് പ്രസിഡൻറ്റിനോടും ഓരോ എമിറേറ്റിലെ ഭരണാധികാരികളോടും ഈ രാജ്യത്തെ സിറ്റിസൺസിനോടും UAEയിലെ മലയാളം ചാനലായ NTVക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. അതുപോലെ തന്നെ 220 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത നാട്ടുകാരായിട്ടുള്ളവർ നമ്മളോടൊപ്പം സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി ജീവിക്കുന്ന ഒരു സ്ഥലമാണത്. വളരെ അപൂർവമായിട്ടുള്ളൊരു അവസരമാണ് നമുക്ക്. ലോകത്തിൽ തന്നെ മറ്റൊരു രാജ്യത്ത് ഇങ്ങനെ ഉണ്ടാവില്ല. തന്നെയല്ല, മറ്റൊരു അപസൂതികളും ഇല്ലാതെ ഒരു സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി എല്ലാവരുടെയും കൾച്ചറൽ തുല്യനീതിയും തുല്യ പങ്കാളിത്തവും ഉള്ള ഒരു രാജ്യമാണ്. ഇന്നലെ നമ്മുടെ CM വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികളാണ് അവിടെ ഉണ്ടാവുക. അതേ സമയത്ത് എനിക്ക് ധാരാളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ കാണാൻ സാധിച്ചു. അവിടെ ക്യൂ നിന്നിരുന്ന ആളുകളിൽ നല്ലൊരു ഭാഗം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന ആളുകളാണ്. അപ്പോൾ അത് ഇവിടുത്തെ മാത്രം കാണുന്ന ഒരു പ്രത്യേകത ആയിട്ട് വേണം കാണാൻ. നമ്മുടെ ഇന്നലെ എല്ലാം ഒരുപോലെ കാണുന്നു. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കാണും. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട CG കൗൺസിൽ ജനറൽ പറഞ്ഞത് ഏകദേശം 44 ലക്ഷത്തോളം 4.4 മില്യൺ ഇന്ത്യക്കാർ ഇവിടെയുണ്ട്. അത് കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ 2.4 മില്യൺ വർധനവാണ് രേഖപ്പെടുത്തിയത്. അതിൽ ബഹുഭൂരിഷം ഒരു 45-50% മലയാളികളാണ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തിലധികം മലയാളികൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ഈ പ്രിയപ്പെട്ട UAE. 54ാം ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങ് ഇതിനെ ഓർത്തെടുക്കുന്നു? അങ്ങ് ദേശീയ ഈ UAE ഫോം ചെയ്യുന്നതിന് മുമ്പേ എത്തിയാണ് അല്ലേ? 1970 ഞാൻ ആദ്യം തിരിച്ചു പോകുന്നത് 71 ഡിസംബർ 2-ാം തീയതി ഈ സംഭവം നടന്ന ആ ഒരു ദിവസം എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആവേശവും ആയിരുന്നു ഈ നാട്ടിലുള്ള എല്ലാവർക്കും. ലോക്കൽസിന് മാത്രമല്ല, പ്രത്യേകിച്ചും അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നൊരു സ്വഭാവമുള്ളവരാണ് ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും മലയാളികൾ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു മിനിറ്റ് സംസാരിക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ NTVയിലൂടെ, ഈ ഷോയിലൂടെ ശ്രീ KV ഷംസുദ്ദീൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് UAEയിലെ ഭരണാധികാരികൾക്കുള്ള ആശംസകൾ അറിയിക്കാനുള്ള അവസരമുണ്ട്. ദേശീയദിന ഈദ് അൽ ഇത്തിഹാദ് ആശംസകൾ അറിയിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. തുടർന്നോളൂ. അതെ, വളരെ നല്ല കാര്യം അത്. അതിൽ അപ്പോൾ അന്ന് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 1970 പോപ്പുലേഷൻ ലെസ് ദാൻ 1 മില്യൺ ആണ്. 10 ലക്ഷത്തിൽ താഴെയായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് പരസ്പരം ഇവിടുത്തെ ജീവിതം തന്നെ വളരെ സ്നേഹത്തോടും. ഇപ്പോൾ ഷാർജയിലാണ് ഞാൻ ഷിപ്പ് ഇറങ്ങിയിട്ട് വന്നത്. ഷാർജയിലാണ്. ആ ഷാർജയിൽ വന്ന് ഇന്നത്തെ ഹെറിറ്റേജ് ഏരിയ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ അറബി ഇവിടുത്തെ നാഷണൽസ് എല്ലാ വീടിൻ്റെ മുമ്പിലും ഒരു ബെഞ്ചുണ്ടായിരിക്കും. അവർ ഈത്തപ്പഴവും ഗഹുവയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മലയാളികൾ ഇങ്ങനെ അവിടെയൊക്കെ ജോലി സമയം കഴിഞ്ഞാൽ, ചെറിയ സ്ഥലമല്ലേ, അന്നേ ആതിഥ്യമര്യാദ നന്നായിട്ടുള്ള രാജ്യമാണ്. അവരെ വിളിച്ച് ആ ബെഞ്ചിലിരുത്തി നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. നിങ്ങൾ എത്ര ആളായി വന്നിട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ അറിയും. അതാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അറബിയൊക്കെ പിന്നീടല്ലേ നമ്മൾ പഠിച്ചത്.
അപ്പോൾ ആ ഒരു അന്ന് തന്നെ ആ ഒരു സ്നേഹവായ്പ് നമുക്ക് കാണാൻ സാധിച്ചു ഈ നാടിൻ്റെ. മാത്രമല്ല ഈ നാട്ടിൽ കാല് കുത്തിയപ്പോൾ തന്നെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു എന്തോ ഒരു പ്രത്യേകത ഈ നാടിനുള്ളതായിട്ട് തോന്നുകയുണ്ടായി. അങ്ങ് ഈ വന്നതിന് ശേഷം അങ്ങ് ഈ യു എ ആയതിനു ശേഷമുള്ള ഓർമ്മകൾ വിവരിക്കുന്നതിന് മുമ്പ്, യു എ ആകുന്നതിന് മുമ്പേ അങ്ങ് ഈ പ്രദേശം കണ്ടു. ഏകദേശം ഒരു വർഷത്തോളം 12 മാസത്തോളം അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ജൂലൈ 21-ാം തീയതിയാണ് ഞാൻ വരുന്നത്. 1970. അപ്പോൾ 1.5 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. വർഷത്തോളം. അപ്പോൾ അന്ന് ഈ ദുബൈയിലേക്കൊക്കെ പോകുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്, എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി? നമ്മൾ ഇപ്പോൾ സ്റ്റുഡിയോ ഉള്ള ഈ സ്ഥലം, അതുപോലെ ഗോൾഡ് സൂക്ക് ഉള്ള സ്ഥലം ചതുപ്പ് നിലങ്ങളായിരുന്നു. ഓ, അത് ശരി. അതെ, ആ സ്ഥലം ഒരു കമ്പനി അവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇതൊരു ഹൈ റൈസ് ബിൽഡിംഗ് ഒന്നുമല്ല ഗോൾഡ് സൂക്ക്, എന്നാൽ പോലും അവിടെ മണ്ണ് ഇത് ചെയ്തിട്ട് കോമ്പാക്റ്റ് ചെയ്തിട്ട് ആണ് അവിടെ ബിൽഡിംഗ് പണിതത്. ഇവിടെ നിന്നങ്ങ് വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ സ്പിന്നീസ് ഉണ്ട്, ആ ഭാഗത്തൊക്കെ വെള്ളം ഇങ്ങനെ അടിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അൽമുല്ല പ്ലാസ വരെ എത്തുമ്പോൾ റോഡ് സൈഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അങ്ങോട്ട് പോകുമ്പോൾ, ദുബൈക്ക് പോകുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അപ്പുറം മുഴുവൻ നമ്മൾ പോകുന്ന വലത്ത് ഭാഗം മുഴുവൻ ചതുപ്പ് നിലങ്ങളായിരുന്നു. വേലിയേറ്റ സമയത്ത് വെള്ളം കയറി വരും. അപ്പോൾ ഈ റോഡിൻ്റെ സ്ഥിതി എന്തായിരുന്നു? റോഡ് ചെറിയ സിംഗിൾ കാരേജ് റോഡ് എന്ന് പറഞ്ഞാൽ 2 ട്രാക്ക് മാത്രമുള്ള റോഡ്, ടാർ ചെയ്ത റോഡ് തന്നെയായിരുന്നു. അതുപോലെ നമ്മുടെ ആ റോഡ് സ്ട്രേറ്റ് പോകുമ്പോൾ അല്ലരൂപ സ്ട്രീറ്റ് റോഡ് ടാർ ചെയ്തായിരുന്നു, അൽസഹറ സ്ട്രീറ്റും ടാർ ചെയ്തായിരുന്നു. അത് അജ്മാൻ വരെ ഉണ്ടായിരുന്നു. അതേസമയത്ത് നമുക്കൊരു ഏറ്റവും അത്ഭുതം തോന്നുന്ന കാര്യം വേൾഡ് ട്രേഡ് സെൻറ്റർ ഇല്ല അന്ന്. വേൾഡ് ട്രേഡ് സെൻറ്റർ തുടങ്ങിയത്, എനിക്ക് ഓപ്പൺ ആക്കിയത് 1978-ലാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ, അബുദാബിക്ക് പോകുമ്പോൾ ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം ആ ബിൽഡിങ് കാണാം. അതിനോട് ചേർന്നിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു 7-8 നിലയുള്ള ഒരു കുറേ ബിൽഡിങ്ങുകളുണ്ട്. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ പാരലായിട്ടുള്ള അത് വേൾഡ് ട്രേഡ് സെൻറ്റർ വന്നതിന് ശേഷമാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ അബുദാബിക്ക് പോകുമ്പോൾ ജബൽ അലിയിൽ വലിയ ഡിസ്ക് ആൻറ്റന കാണാം. ഓക്കെ. ഇപ്പോൾ ഡിസ്ക് ആൻറ്റന കുറേ പുറത്തേക്ക് പോയി. അന്ന് നമ്മൾ പോകുമ്പോൾ വളരെ അടുത്താണ് കണ്ടിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അൽമുക്ത ബ്രിഡ്ജാണ് നമുക്ക് കാണാൻ സാധിക്കുക. അൽമുക്ത ബ്രിഡ്ജ് ഈ 2 സൈഡിലും, അതായത് ഷെയ്ഖ് സായിദ് റോഡിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു നിർമ്മിതിയില്ല. അങ്ങനെ നമ്മൾ പോകുമ്പോൾ കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ റോഡ് മനസ്സിലാക്കണമല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് 2 സൈഡിലും യൂസ്ഡ് ടയറുകൾ ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും അപ്പോൾ ഒരു നമുക്ക് ഇതാണ് റോഡ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ UAE ഫോം ചെയ്യുന്നതിന് മുമ്പേ അബുദാബി ദുബായ് ബോർഡർ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? അവിടെ ബോർഡർ ഉണ്ടായിരുന്നു. വെറുതെ ബ്രിഡ്ജിൻ്റെ അടുത്ത് ജസ്റ്റ് പാസ്പോർട്ട് ഒന്ന് നോക്കും, അല്ലാതെ വിസ അങ്ങനെയുള്ളതൊന്നുമല്ല. പാസ്പോർട്ട് നോക്കാറുണ്ട്, ചില സമയത്ത് പാസ്പോർട്ട് നോക്കാതെ തന്നെ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ പ്രധാന വാഹനങ്ങൾ ലാൻഡ് റോവർ, അതുപോലെ തന്നെ ബെഡ്ഫോർഡ്, ഇതൊക്കെയാണ്. അന്ന് വണ്ടികളുടെ എണ്ണം തുലവും കുറവാണ്. പക്ഷേ ലാൻഡ് റോവറിലൊക്കെയാണ്. ഫുജൈറയിൽ, ഗവർഫഖാനിലൊക്കെ അന്ന് ധാരാളം ആളുകൾ. അപ്പോൾ നമ്മൾ അബുദാബി വരെ എത്തി. അലൈനിലേക്ക് അലൈനിലേക്ക് അബുദാബിയിൽ പോയിട്ട് വേണം അലൈനിലേക്ക് പോകാനായിട്ട്. വേറെ റോഡായിരുന്നു. ഇവിടുന്ന് മഫ്രക്കിൽ പോയിട്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത അലൈനിലേക്ക് പോയി. ഞാനത് 76-ലൊക്കെ അലൈനിലേക്ക് പോയിരുന്നത് എങ്ങനെയാണ്. ഞാൻ അലൈനിലുണ്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 19 വർഷം UAE ആർമിയിൽ വർക്ക് ചെയ്തത് കൊണ്ട് സില മുതൽ റാസൽഖൈമ വരെയും അതുപോലെ ഷാർജയിൽ നിന്ന് ഫുജൈറ വരെയുള്ള എല്ലാ മലകളും. അപ്പോൾ നമുക്ക് ഈ 1970-യുടെ ആരംഭത്തിൽ ദുബായ് അബുദാബിയുടെ ഒരു രൂപം അങ്ങ് പറഞ്ഞു. അബുദാബി ചെല്ലുമ്പോൾ ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അബുദാബി, ദുബൈയിലാണ് പിന്നെ ബിൽഡിംഗ് ഉണ്ടായിരുന്നത്. അബുദാബിയിൽ ധാരാളം ബിൽഡിങ്ങുകൾ ഈത്തപ്പന ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വീടുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, അതൊക്കെ
ഇങ്ങനൊരു സംവിധാനത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അജ്മാൻ, ഉമ്മൽക്കോയിൻ, റാസക്കമേക്കൊക്കെ ഫിജറയ്ക്കൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടാവുമല്ലോ മിലിറ്ററിയുടെ അതെ, ഭാഗമായി. പോയിട്ടുണ്ട്. അന്നൊക്കെ ഈ കടൽപ്പുറ്റ് കൊണ്ടുണ്ടാക്കിയ വീടുകളാണ്. ഓ അത് ശരി. പക്ഷെ വളരെ ഈ നാടിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വീടുകളായിരുന്നു. മുകൾ ഭാഗത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള തേക്കും കുഴകൾ, തേക്കും കുഴ എന്നാണ് അധികം വണ്ണമില്ലാത്ത, അത് മുകളിൽ ഇങ്ങനെ അടുത്തടുത്തായിട്ട് വെച്ച് അതിൻ്റെ മുകളിൽ ഈത്തപ്പന ഓല കൊണ്ട് നെയ്തെടുത്ത, ഇപ്പം നമ്മുടെ നാട്ടിലെ തെങ്ങ് കൊണ്ട് ഓല മെയ്യാറില്ലേ, ആ ഓല പോലെ വെച്ച് അതിൻ്റെ മുകളിൽ ഈ സബ്ക എന്ന് പറയും. ഇവിടെ കുറച്ച് കുഴിച്ച് കഴിഞ്ഞാൽ ഒരു തല ക്ലൈ പോലെയുള്ള മണ്ണാണ് നമുക്ക് കിട്ടുക. അപ്പം അത് ഇതിൻ്റെ മുകളിൽ വിരിച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അതങ്ങ് വളരെ സോളിഡായിട്ട് നിൽക്കും. ഓ ശരി. അതാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എത്ര ചൂടുണ്ടെങ്കിലും അത് താഴത്തേക്ക് വരില്ല. ഓ പിന്നെ ഇവിടുത്തെ ലോക്കൽസിൻ്റെ വീടുകളിലെല്ലാം തന്നെ ഞങ്ങളുടെ കമ്പനിയുടെ ലോഗോ ഉണ്ടല്ലോ, ബർജിയിൽ എന്നുള്ളത്, ആ ലോഗോ ഞങ്ങളുടെ ചെയർമാൻ ശ്രീ സുൽത്താൻ ബിൻ സൗദ് അൽ കാസിബിക്ക് അതൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ്, ഒരു ആർട്ട് ലവറാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം അത് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ആ 4 കമ്പാർട്ട്മെൻറ്റായിട്ടാണ് ആ ഉയർന്നു നിൽക്കുന്നത്. അതിൻ്റെ അടിഭാഗം ഓപ്പനാണ്. അപ്പോൾ ഈ ഓരോ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിഴക്ക് ദിശയിൽ നിന്ന് കാറ്റ് വരികയാണെങ്കിൽ ആ കാറ്റ് നേരിട്ട് താഴോട്ടേക്ക് ഇറങ്ങിച്ചെല്ലും. ആ ഫോഴ്സോട് കൂടിയിട്ട് താഴേക്ക് പോകും. അതേസമയത്ത് അകത്തുള്ള ചൂടുള്ള കാറ്റ് മറ്റ് കമ്പാർട്ട്മെൻറ്റിൽ പുറത്തു പോകും. അപ്പോൾ എപ്പോഴും എയർ സർക്കുലേഷൻ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ്. അതേസമയത്ത് ഇപ്പോൾ ഞങ്ങളൊക്കെ താമസിച്ചിരുന്നത് റോളയിലുള്ള ഒരു അന്നത്തെ നിലയ്ക്ക് നല്ല ബിൽഡിങ്ങാണ്. പക്ഷേ ഞാൻ വന്ന സമയത്ത് അവിടെ AC ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ ഒരു വർഷം കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് AC വെക്കാനുള്ള സംവിധാനം ഉണ്ടായി. കാരണം 3 ഫേസ് കറണ്ട് ഉണ്ടായാലേ AC വർക്ക് ചെയ്യുള്ളൂ. അത് കിട്ടിയതാണ്. അപ്പോൾ ആ സമ്മറിൽ, ഞാൻ ജൂലൈയിലാണ് വന്നത്, ആ അടുത്ത സമ്മറിൽ ആദ്യം വന്ന സമയത്ത് ഇവിടുത്തെ ഈ എയർപോർട്ടുകളിൽ ഇവിടെ നമ്മുടെ തൊട്ടടുത്തൊരു അൽമക്ത എയർപോർട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മുമ്പിൽ ആണ് എയർപോർട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ സ്പിന്നീസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിൽ ഒരു നമ്മുടെ ഇതിന്റെ മുമ്പിലുള്ള ചെറിയ സൗദി മോസ്കിന്റെ മുമ്പിലുള്ള റോഡ്, അതിന്റെ മെയിൻ റൺവേ ആണ്. അങ്ങ് നേരെ പോകുന്ന റോഡ് അത് റൺവേ ആയിരുന്നു. അത് ആ റോഡ് ഒരു ഇതുണ്ടല്ലോ, അണ്ടർപാസ് ഉണ്ടല്ലോ, അത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ അത് ഉണ്ടാക്കിയത്. ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ അത്ര സോളിഡായിട്ടുള്ള റൺവേ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു. അന്ന് വേറെ എയർപോർട്ടുകളൊന്നുമില്ല. ഇല്ല, അന്ന് എയർപോർട്ടായിട്ടില്ല. ദുബൈ എയർപോർട്ട്, പിന്നെ ഇവിടെ എയർപോർട്ടുണ്ട്, പിന്നീടാണ് ദുബൈ എയർപോർട്ട് വന്നത്. അങ്ങനെ ദുബൈ എയർപോർട്ട് വന്ന സമയത്ത് അങ്ങ് എങ്ങനെയാണ് ഇവിടോട്ട് എത്തിയത്? ഞാൻ എത്തിയത് ഇവിടെ കടൽ മാർഗമാണോ? കടൽ മാർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സംവിധാനം എങ്ങനെയായിരുന്നു, ഇവിടെ എൻ്റെ ഒരു കസിൻ ഇവിടെ ബിസിനസ് ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് വിസ എടുത്ത് അയച്ചു തരികയാണ് ചെയ്തത്. ആ വിസ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രൂഷ്യൽ സ്റ്റേറ്റ് കൗൺസിലാണ്. ഓക്കെ. അപ്പോൾ ഈ 7 കൺട്രീസിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടീഷുകാർ ഇത് ഉപയോഗിച്ചിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ലണ്ടനിൽ നിന്ന് പുറപ്പെട്ടാൽ ഏഡനിൽ ഇറങ്ങും. കാരണം സുദീർഘമായിട്ട് ഫ്ലൈ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പ്ലെയിനുകളല്ല അന്നുണ്ടായിരുന്നത്. ഏഡനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഫ്യൂൽ ഫില്ല് ചെയ്ത് ഷാർജയിൽ വരും. ഷാർജയിൽ അന്ന് ബ്രിട്ടീഷ്, ഇവിടെയും ക്യാമ്പുണ്ട്, ബ്രിട്ടീഷ് ട്രൂപ്പ് ഷാർജ, BTS എന്ന് പറഞ്ഞിട്ട്, RAF റോയൽ എയർഫോഴ്സ്, ഇത് രണ്ടും ഇവിടെ ഉണ്ട്. അപ്പോൾ ആർമിയും ഉണ്ട്, എയർഫോഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ വരും. ഇവിടെ വന്ന് ഓയിൽ, പെട്രോൾ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ പോകുന്നത് മസ്കറ്റ് സലാലയിലാണ്. സലാലയിൽ ലാൻഡ് ചെയ്യുന്നു. അവിടുന്ന് വീണ്ടും പെട്രോൾ ഫില്ല് ചെയ്ത് ബോംബെയിലെത്തുന്നു. അപ്പോൾ 1, 2, 3, 4 സ്റ്റേഷനുകളിൽ എയർപോർട്ടുകളിൽ ഇറങ്ങിയിട്ടാണ് ലണ്ടനിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ബോംബെയിലെത്തുന്നത്.
അങ്ങനെയായിരുന്നു. ഞാൻ വന്നത് അങ്ങനെ ഈ ടൂറിസ്റ്റ് സ്റ്റേറ്റ് കൗൺസിലായിരുന്നു. ഇന്ന് ഇന്ത്യൻ കൗൺസിലേറ്റോ എംബസിയോ ഒന്നും യു എയിലില്ല. വിസ തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരണം 1970 ശ്രീ കെ വി ശംസുദ്ദീൻ്റെ യു എയിൽ ആദ്യം വരുമ്പോഴത്തെ കഥകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാവുന്നതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ ഒരുപാട് അപ്പുറമുള്ള ജീവിതാനുഭവമുള്ള ആളാണ് ശ്രീ കെ വി ശംസുദ്ദീൻ. ഒരു പക്ഷെങ്കിൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന യൂസഫ് അലിക്കായ്ക്ക് മുമ്പേ വന്നു. അദ്ദേഹം 73-ലോ 74-ലോ മറ്റോ ഇന്നലെ പറഞ്ഞായിരുന്നു. അതെ. അങ്ങനെ ഈ ടൂറിസ്റ്റ് സ്റ്റേറ്റ് കൗൺസിൽ തരുന്ന വിസ നാട്ടിലേക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരുന്നു. അത് അയച്ച് തന്നാൽ പിന്നീട് ആ വിസ ആയിട്ട് പാസ്പോർട്ടുമായിട്ട് ചെന്നൈയിൽ ബ്രിട്ടീഷ് കൗൺസിലേറ്റ് ഉണ്ട് അവിടെ പോയി നമ്മൾ സ്റ്റാമ്പ് അടിക്കുന്നു. ആ സ്റ്റാമ്പ് അടിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെ ബോംബെയിൽ വന്നു. ബോംബെയിൽ ഷിപ്പിൽ ഇവിടെ വന്നു. അങ്ങ് പറഞ്ഞ ഒരു ഭൗതിക സാഹചര്യത്തെ പറ്റി ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു. 1970-കളുടെ ആരംഭത്തിൽ ഓലമേഞ്ഞ അങ്ങ് പറഞ്ഞ സബ്കാ ഇട്ട് ഉണ്ടാക്കിയ വീടുകളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം, അവിടുത്തെ പൗരന്മാർ, നമ്മൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ, ഇന്ന് ലോകം കണ്ട നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഫ്ലാഗ് പോലും നിൽക്കുന്ന ബുർജ് ഖലീഫയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയായിട്ടുള്ള ബുർജ് ഖലീഫയ്ക്ക് പോലും വിഷൻ ഉണ്ടാവുന്ന ഭരണാധികാരികൾ ഉണ്ടായി എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റത്തിന് കാരണമായി. നമ്മൾ വളരെയധികം അഭിമാനത്തോടും സ്നേഹത്തോടും കൂടി കാണേണ്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് ഷെയ്ഖ് സായിദും അതുപോലെ ഷെയ്ഖ് റാഷിദ്. ഈ രണ്ട് വ്യക്തികൾ ഈ നാടിൻ്റെ രാഷ്ട്രപിതാക്കൾ എന്ന് പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങളുടെ ദീർഘവീക്ഷണമാണ് ഈ നാടിനെ ഈ നിലയ്ക്ക് എത്തിച്ചത്. അതൊരു അത്ഭുതമാണ്. വളരെ പെട്ടെന്ന് ഒരു 50 കൊല്ലത്തെ സ്പാൻ ഓഫ് ടൈമിലാണ് ഇത്രയും വലിയ ഡെവലപ്മെന്റ്. സമയത്ത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ മക്കൾ അവരെപ്പോലെ തന്നെ ദീർഘവീക്ഷണമുള്ളവരായതുകൊണ്ടാണ് നമുക്ക് ഈ കാണുന്ന അഭിവൃദ്ധി മുഴുവൻ നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിച്ചത്. ഈ കൺമുമ്പിൽ ഈ അഭിവൃദ്ധി എന്ന് പറയുന്നത് ബിൽഡിങ്ങുകളിൽ മാത്രമല്ലല്ലോ, ഓരോ മനുഷ്യന്റെ ജീവിതം തന്നെ മാറിയല്ലോ. ജീവിതത്തിൽ അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ നാട്, നമ്മുടെ കേരളം ഇന്ന് കാണുന്ന ഈ അഭിവൃദ്ധി ഉണ്ടായത് വേറെ മറ്റൊന്നുകൊണ്ടല്ല. ഇന്നലെ നമ്മുടെ CM പറഞ്ഞില്ലേ, നമ്മളുടെ ഇവിടുന്ന് ഉള്ള റെമിറ്റൻസ്. ഇന്നലെ കൗൺസിൽ ജനറൽ പറഞ്ഞ ഒരു കാര്യം, ഇന്നലെ CG പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ നാണയം അയക്കുന്ന സ്ഥലം ഒരു കാലത്ത് ചൈന ആയിരുന്നു. ഇപ്പം നമ്പർ 1 നമ്മളാണ്. ഇപ്പം നമ്മൾ ഈ അയക്കുന്ന പണം, കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനസംഖ്യയുടെ 2.68% ഉള്ളൂ. 4.5 കോടി ജനങ്ങളാണ്, 3.5 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ കേരളത്തിലുള്ള ഇത്രയും പെർസെൻറ്റേജ് മാത്രമുള്ള കേരളത്തിലേക്കാണ് ഇന്ത്യയിലേക്ക് വരുന്ന ടോട്ടൽ റെമിറ്റൻസിൻ്റെ 20% വരുന്നത് എന്ന് നമ്മൾ അഭിമാനത്തോടു കാണും. അതാണ് നമ്മൾ ഈ പല സ്ഥലങ്ങളിലും പറയുന്നതാണ്. കാരണം നമ്മൾ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക മേഖല എടുത്ത് നോക്കിയാൽ നമുക്ക് പരമ്പരാഗതമായി കൃഷി എന്നുള്ള വരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കൃഷി എന്നുള്ള വരുമാനം നിലച്ചു. കൃഷിയും അനുബന്ധ വ്യാപാരങ്ങൾ മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമുക്ക് ഒരു പ്രൊഡക്ഷൻ എന്ന് പറയത്തക്ക രീതിയിൽ മറ്റൊന്നും പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഒന്നുമില്ല. അത് മാത്രമല്ല അങ്ങനെയുള്ള സംഭവം ബിസിനസ്സായിരുന്നു. പക്ഷേ ഈ ഒരു സംസ്ഥാനം, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നിലനിൽക്കുകയും ഇന്ന് നമ്പർ 1 സംസ്ഥാനമായി, ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമായി പല കാര്യങ്ങളിലും, എല്ലാ കാര്യങ്ങളും നീതി ആയോഗ് എണ്ണി പറഞ്ഞിട്ടുള്ളത് കേരളത്തിൻ്റെ ഉന്നതമായ നിലവാരമാണ്. അതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗമായാലും ആരോഗ്യ രംഗമായാലും എല്ലാം ഇന്നലെ പറഞ്ഞില്ലേ, ഈ ശിശുമരണ നിരക്ക് അമേരിക്കയിൽ ശിശുമരണ നിരക്ക് അമേരിക്കയിൽ 5.6 ആണ് per 1000. നമ്മുടെ അവിടെ 5 ഉള്ളൂ. സോ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തെ പോലും കവച്ചു വെക്കത്തക്ക രീതിയിൽ ആരോഗ്യരംഗം നമ്മുടേത് ബെറ്ററായി എങ്കിൽ ഈ പ്രവാസികളയക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു റെമിറ്റൻസിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ വിമർശനാത്മകമായിട്ട് നമ്മൾ പലയിടത്തേക്കും ഉന്നയിച്ചിട്ടുള്ളത് പ്രവാസികൾക്ക് വേണ്ട തരത്തിലുള്ള ഒരു കാര്യം കിട്ടുന്നില്ല. സാറിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഞാൻ കൊണ്ടുവരാം. 2012 നമ്മൾ ഈ TV ഏറ്റെടുത്തത്,
14 നമ്മളൊരു ചർച്ച നടത്തി, പ്രവാസിയും ബജറ്റും. അങ്ങ് ഓർമ്മയുണ്ടത്? അതെ. ഞാൻ കേരളത്തിലെ 140 MLA മാർക്ക് ഒരു വീഡിയോയിലൂടെ ഒരു കത്തയക്കുകയാണ്, നമ്മുടെ 7 ആവശ്യങ്ങൾ പറഞ്ഞ്. അതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തിലെ ബജറ്റിൽ അതുവരെ 1 കോടി രൂപ, അങ്ങേക്കറിയാമോ ആ ചർച്ച? ഞങ്ങൾക്കറിയാം. 1 കോടി രൂപയാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് പ്രവാസി വകുപ്പ് വന്നതിന് ശേഷം മാറ്റിവെക്കാൻ തുടങ്ങിയത്. അപ്പോൾ അപ്പം ഞങ്ങൾ ഇവിടുന്ന് MLA മാരെ വിളിച്ച് അന്ന് നമുക്ക് ഈ വീഡിയോ സംവിധാനമില്ല, ടെലിഫോണിലായിരുന്നല്ലോ. അപ്പം ഞാൻ ഇവരോടെല്ലാം സംസാരിച്ചിരുന്നു, നിങ്ങൾ 1 കോടി രൂപ ആണെങ്കിൽ കേന്ദ്രത്തിൻ്റെ എന്തിനാണ്, അന്ന് ശ്രീ വയലാർ രവിയാണ് പ്രവാസികാര്യ വകുപ്പ് മന്ത്രി, എന്തിനാണ് നമുക്കൊരു പ്രവാസികാര്യ വകുപ്പ്, എന്തിനാണ് അതിൻ്റെ കീഴിൽ ഇത്രയും വലിയൊരു സംഘം? ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. എന്തായാലും നമ്മൾ അയച്ച ഒരു ലെറ്റർ ശ്രീ രാജു എബ്രഹാം MLA, KA രാധാകൃഷ്ണൻ MLA, VD സതീശൻ, രണ്ടത്താണി, ഷംസുദ്ദീൻ, ഈ MLA മാരെല്ലാം കൂടെ നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും 2014 ശ്രീ KM മാണിയായിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ. 50 കോടി രൂപ ചരിത്രത്തിലാദ്യമായി പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ മാറ്റിവെക്കാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ NTVക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് അറിയുന്നതാണ്, അങ്ങ് സാക്ഷി. ഇതിൽ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ താങ്കൾ എൻ്റെ ഒരു വലിയൊരു ഫയൽ ഞാനത് പഠിച്ചു കഴിഞ്ഞാണ്. ആ ഫയലുകളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ആവശ്യം, അതെല്ലാം മീഡിയയിൽ വന്നിട്ടുണ്ട്, പ്രിന്റഡ് മീഡിയയിൽ വന്ന് അതിൻ്റെ എല്ലാം കോപ്പിയും അയച്ചതിൻ്റെ കോപ്പിയും. ഇതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ശ്രീ KV ഷംസുദ്ദീൻ, എൻ്റെ ഇവിടെ ഏറ്റവും അടുത്ത് പ്രവാസി ബന്ധു ആണ് അദ്ദേഹം അറിയപ്പെടുന്നത്, പ്രവാസി ബന്ധു എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ചെയർമാനും കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ NTVയിലെ എൻ്റെ ടീം അംഗങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാറുണ്ട്, പ്രവാസികളെ ഇത്രത്തോളം നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്നൊരു പരിപാടിയുണ്ട് പല TVയിലും. പക്ഷേ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, കോടീശ്വരന്മാർ എത്ര പേരെ ആക്കിയെന്ന് എനിക്ക് ചോദ്യമില്ല, അതൊക്കെ ആപേക്ഷികമാണ്. പക്ഷേ എത്ര പേരെ ജീവിക്കാനുള്ള മാർഗം, നന്നായി സമ്പാദിക്കാനുള്ള മാർഗം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പണം സൂക്ഷിക്കണമെന്ന് പറയുന്നത്, അതിലൂടെ എത്ര പേര് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി കാണും? ആ ചോദ്യം ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. എന്നെ സംബന്ധിച്ച് പറയുന്നത്, ഇപ്പോഴ് അതായത് 55 വർഷം കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ UAE ഇവിടെ ജീവിച്ച ഈ സന്ദർഭത്തിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും സംതൃപ്തി തരുന്ന ഒരു കാലഘട്ടമാണത്. എന്ന് പറഞ്ഞാൽ, എന്നോട് ആരെങ്കിലും ചോദിക്കുന്നു, നിങ്ങൾ ധാരാളം സംസാരിക്കുന്ന ഒരു മനുഷ്യനല്ലേ, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 4 സെൻറ്റൻസാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരും ശ്രദ്ധിക്കണം, ഞാൻ ശ്രീ KV ഷംസുദ്ദീനോട് ആ 4 വാക്കുകൾ ഒന്നുകൂടെ ആവർത്തിക്കാൻ പറയാം. 1, ഫിനാൻഷ്യൽ പ്ലാനിങ്, സാമ്പത്തിക ആസൂത്രണം. 2, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, സാമ്പത്തിക അച്ചടക്കം. 3, സമ്പാദ്യം. 4, നിക്ഷേപം. ഓക്കെ, ഈ കാര്യം, ഈ സമ്പാദ്യവും നിക്ഷേപവും എങ്ങനെ അല്ല, ഇതൊന്ന് പറഞ്ഞോട്ടെ. ഈ കാര്യം ഇന്നലെ ചർച്ചിലൊരു പരിപാടി നടത്തി 11 മണിക്ക്, 2 മണിക്ക് ദുബൈയിൽ നടത്തി, ഇന്ന് 11 മണിക്ക് MSSൻ്റെ, അതാണ് ഞാൻ വിളിച്ചപ്പോൾ ടെലിഫോൺ എടുക്കാതിരുന്നത്, അതെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടത്തി. ഇനിയും അവിടെ പറഞ്ഞ് ഒരു സ്ലോട്ട് കിട്ടുകയാണെങ്കിൽ ഒരു പ്രോഗ്രാം കൂടെ ചെയ്യണമെന്ന് ചിലർ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ഒരു പക്ഷേ ഇവിടുന്ന് പോയാൽ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, എനിക്ക് തോന്നുന്നു 2009 NTV ലോഞ്ച് ചെയ്തു, 8 ലൈസൻസ് കിട്ടി. 2009 NTV ലോഞ്ച് ചെയ്ത അന്ന് തൊട്ട് ഇന്ന് വരെ, ഈവൻ കൊറോണ സമയത്ത് പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും അരമണിക്കൂർ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം, സമ്പാദ്യം വേണം, നിക്ഷേപം വേണം. ഇത് കേട്ടവർ ആയിരക്കണക്കിനാണ്. ഞങ്ങൾ ദൃക്സാക്ഷിയാണ്. ഇവിടെ വന്നിട്ടുണ്ട് ശ്രീ KV ഷംസുദ്ദീൻ, ഇവിടെ ഷോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ പലരും വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ലൈവ് ഷോയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കാരണമാണ് എനിക്ക് എൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ MBBS ഞാൻ പറഞ്ഞില്ലേ, 600 ദിർഹം ശമ്പളം മേടിച്ചിരുന്ന ആള്, അദ്ദേഹം നമ്മളെ വിളിച്ച് പറഞ്ഞത് 15 കോടി രൂപയുടെ ആസ്തി ഞാൻ ഉണ്ടാക്കിയെന്നാണ്. അതാണ് ഇപ്പം ഈ നമ്മൾ ചില കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത്, പ്രവാസികളെ എല്ലാവരെയും ഈ വേണ്ട രീതിയിൽ വേണ്ടപ്പെട്ടവർ അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കെന്നും സംശയമാണ്, എന്നും എൻ്റെ ഒരു സംശയമാണ്.
അത് ഇപ്പോൾ നോർക്ക വഴിയായാലും ലോക കേരള സഭ വഴിയായാലും അല്ലെങ്കിൽ പ്രവാസി ഭാരതി അവാർഡ് വഴിയാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ പത്മശ്രീ വഴിയാണെങ്കിലും ഒക്കെ ഇതുപോലെ ഒരു പറ്റം ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അവരെ കയ്യെ പിടിച്ച് അവരെ കൊണ്ട് നിക്ഷേപിപ്പിക്കുകയും അവർക്ക് ജീവിതം ബെറ്ററാക്കി കൊടുക്കുകയും ചെയ്ത ശ്രീ കെ വി ഷംസുദ്ദീൻ കഴിഞ്ഞ 55 വർഷമായിട്ട് യു എയിലുണ്ട്. ഇദ്ദേഹത്തെ പോലുള്ള മാന്യ വ്യക്തികളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ, ഞാൻ ഈ മുമ്പേ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ പരിഗണിക്കാൻ കേന്ദ്ര കേരള ഗവൺമെൻറ്റുകൾ തയ്യാറെടുക്കണമെന്നാണ് ഈ വേദിയിലൂടെ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നമുക്ക് തിരിച്ചു വരാം. ഈ ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് അങ്ങ് നോക്കുമ്പോൾ ഈ വളർച്ചയുടെ ഒരു കാലഘട്ടം പെട്രോളിൻ്റെ കണ്ടുപിടുത്തവും അതിൻ്റെ മാർക്കറ്റിലുണ്ടായ പ്രൈസിൻ്റെ ഇൻക്രീസും ഒക്കെ ആയിട്ട് വന്നാണ് തുടങ്ങിയത്. എപ്പോഴാണ് ശരിക്കും ഒരു 80കളിലേക്ക് വരുമ്പോഴത്തേക്ക് യു എ ഒന്ന് മാറി തുടങ്ങിയായിരുന്നു എന്നല്ലേ? 80-ലല്ല, 70-ൻ്റെ ലാസ്റ്റിൽ തന്നെ ഒരു 78 ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ ഒരു കുതിപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ ഇവിടുത്തെ പെട്രോളാണ്. ഞാനിപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോവാം. എന്നാണ് ഇവിടെ ഈ ദർഹം എന്ന് പറയുന്ന കറൻസി വന്നത്? അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ റുപ്പിയായിരുന്നു. ഇന്ത്യൻ റുപ്പിയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 67 വരെ അറൗണ്ട് ആ ടൈമിൽ. അതെ, അന്നത്തെ ലോക്കൽസ് എല്ലാം തന്നെ പ്രായമായിട്ടുള്ളവരെല്ലാം അണ എന്നാ പറയാ, 8 അണ 4 അണ അത് നമ്മൾ പറയുന്നത് അതെ, അതേപോലെ തന്നെ അങ്ങനെ പറയാം. അപ്പം അത് മാറിക്കഴിഞ്ഞു. പിന്നീട് ദർഹം വന്നു. അങ്ങനെ ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, എത്ര പേർക്ക്, ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാത്ത അനുഭവങ്ങളാണ് എനിക്കുള്ളത്. അതായത് നമുക്ക് ഇവിടെ വിളിച്ചു പറഞ്ഞതാണ്, അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറാണ്. ആ വ്യക്തി 1,20,00,000 ഉറുപ്പ്യ ഉണ്ടാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അറിവിലുള്ള ഫ്രണ്ട് സർക്കിളിലെ എല്ലാവരെ കൊണ്ടും ഇതുപോലെ ചെയ്യിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പെൺമക്കളും കെട്ടിക്കൊണ്ടുപോയിട്ടുള്ള വീട്ടിലുള്ളവരെ കൊണ്ടും അദ്ദേഹത്തിൻ്റെ മകൻ വിവാഹം കഴിച്ച വീട്ടിലുള്ളവരെ കൊണ്ടൊക്കെ ഇതുപോലെ തന്നെ സമ്പാദ്യശീലം ഉണ്ടാക്കിപ്പിക്കുകയാണ്. ഇവിടെ ഇതൊരു ചെയിൻ റിയാക്ഷനായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് ചെയ്ത ആളുകൾ, താങ്കൾക്കറിയാലോ, പലതവണ ടി വിയിൽ പറയാറുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കർത്തവ്യം, നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ നേട്ടം നിങ്ങളുടെ സഹജീവികൾക്കും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഒരു നഷ്ടവും നമുക്ക് വരാം. അവരിപ്പോൾ നിങ്ങളെ കയ്യിലുള്ള പണം അപഹരിക്കുന്നില്ല. അപ്പോൾ ഈ നിസ്വാർത്ഥമായ ഒരു പരിധി വരെ ഓക്കെ, നമുക്കൊരു കമ്പനിയുണ്ട്, പക്ഷെ എന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പം അതിൻ്റെ പിറകിൽ നിസ്വാർത്ഥമായ സേവനം മാത്രമായിരുന്നു ലക്ഷ്യം. ഇപ്പം അങ്ങ് പറയുന്നത് കേട്ടിട്ട് ആദ്യം നിങ്ങൾ സമ്പാദിക്കുക, അതിനുശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും പറയുക എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊന്നും നമുക്ക് സാമ്പത്തിക ലാഭമൊന്നുമില്ല. ഒരു സമൂഹം പൊതുവിൽ നന്നാവട്ടെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തട്ടെ എന്നുള്ള അങ്ങയുടെ ആ സതുദ്ദേശത്തെ ഞാൻ മാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത്തരത്തിലുള്ള പ്രിയപ്പെട്ട പ്രവാസികളെ കഴിഞ്ഞ 55 വർഷമായിട്ട് യു എയിൽ, ഖത്തറിലും മറ്റ് ഈ സമീപ പ്രദേശങ്ങളിലൊക്കെയുള്ള മലയാളി പ്രവാസികൾക്ക് താങ്ങും തണലുമായി ഫിനാൻഷ്യൽ അഡ്വൈസറുമായി നിന്ന ശ്രീ കെ വി ഷംസുദ്ദീൻ്റെ ബർജിൽ ജിയോജിത്തുമായിട്ടുള്ള സേവനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. തുടർന്നോളൂ. ഇതിൽ ആ കാലത്ത് ഇപ്പോൾ ഒരു ചോദ്യം ഇതിലിടയ്ക്ക് ചോദിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും ആദ്യം ഞാൻ തന്നെ ചെയ്യുന്നു, എന്നിട്ട് അത് ശരിയാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതാണ് 70-ൽ വന്നു. 72-ലാണ് ഞാൻ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ US 1964 ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഇൻവെസ്റ്റ് ചെയ്ത് എന്താണെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടാണെന്ന് ഞാൻ വായിച്ചു മനസ്സിലാക്കി. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അന്ന് 666 ദർഹത്തിനാണ് 1000 റുപ്പിയ. അതെന്നാണ് 72-ൽ 71-ൽ 1666 ദർഹംസിനാണ് എനിക്ക് 1000 റുപ്യ കിട്ടുന്നത്. ഗ്രിൻലസ് ബാങ്കിൽ DD എടുത്തയക്കണമെന്ന് അയക്കാൻ വേണ്ടിയിട്ട് DD മേടിക്കാൻ ചെന്നപ്പോൾ ഒരു മലയാളി ലേഡി സ്നേഹത്തോടു കൂടി എന്നോട് പറഞ്ഞു, കുട്ടി എന്തിനാണ് ഇവിടുന്ന് അങ്ങനെ അയക്കുന്നത്,
ഇന്ന സ്ഥലത്ത് പോയാൽ വേറെ പ്രൈവറ്റായി അയക്കാൻ പറ്റും. അയക്കാൻ പറ്റും. അതൊന്നും അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമുണ്ട്. അത് അങ്ങ് എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ളൂ. അത് പ്രേക്ഷകരോടൊന്ന് പറയണം. കാര്യം ഒരുപാട് കാര്യങ്ങൾ ആ, സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന അല്ലെങ്കിൽ മാതൃകയാവുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ ബഹുമാനപ്പെട്ട ഫാദറിനോട് അങ്ങ് ഈ കാര്യം പറഞ്ഞപ്പോൾ പ്രൈവറ്റായിട്ട് അതിന് വേറൊരു വാക്കാണ്, ഇപ്പോഴും അത് നിലവിലുണ്ട്, ഹൂയിൽ തുടങ്ങുന്നൊരു വാക്കാണ്. ഞാനത് മുഴുവിപ്പിക്കുന്നില്ല, അത് ശരിയല്ലാത്തത് കൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അയച്ച കുറച്ചും കൂടെ ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ബാപ്പ പറഞ്ഞത് എന്താണ്? ഒരു കാരണവശാലും ആ ഹവാലായിട്ട് ഉണ്ടിക്ക് പണം അയക്കരുത്, അങ്ങനെ അയച്ചാൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊടില്ല എന്നാണ് അപ്പോൾ പറഞ്ഞത്. പിന്നെ അങ്ങക്ക് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം യഥാപിതാ തഥാ സുധ എന്നാണ്. ഓക്കെ, അപ്പ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും മക്കളും. കാരണം ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള, എൻ്റെ പിതാവ് സിലോണിലായിരുന്നു. ആ അന്ന് മണി ഓർഡർ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചതാണ്. മണി ഓർഡർ എന്ന് പറഞ്ഞ കാര്യം പോസ്റ്റ് ഓഫീസ് വഴി പണം അയക്കുക. ആ നിലക്കാണ് പണം വന്നിരുന്നത്. മറ്റുള്ള വഴിക്കൊന്നും അന്ന് പണം വന്നിരുന്നില്ല. എന്തായാലും ശ്രീ കെ വി ശംസുദ്ദീൻ, നമ്മളൊരു വലിയ ചരിത്ര മുഹൂർത്ത നിമിഷത്തിലാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത്. 54 വർഷം ചെറുപ്പമായ UAE, അതിഗംഭീരമായി വളർന്നുകൊണ്ടിരിക്കുന്ന UAE, എല്ലാ തലത്തിലും സ്പോർട്സിലും സാംസ്കാരികമായിട്ടും. ഇപ്പം നമുക്ക് ഷാർജയെ പറ്റി 1-2 വാക്കുകൾ പറഞ്ഞു പോകാതിരിക്കാൻ ഒക്കത്തില്ല. ഷാർജയിൽ ജീവിക്കുന്നത് നമുക്ക്, ഷാർജ എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഒരു കൾച്ചറൽ ക്യാപിറ്റലാണ്. വിദ്യാഭ്യാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിലും ഏറ്റവും ഉന്നതി. ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളുടെ ആരംഭം കുറിച്ചത് ഷാർജയാണ്. അത് ശരി. എക്സ്പോ സെൻറ്റർ ആ സ്റ്റാർട്ടഡ് ഫ്രം ഷാർജ. ഓക്കെ. അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇത് സ്റ്റാർട്ടഡ് ഫ്രം ഷാർജ. പിന്നീടാണ് അതിൻ്റെ വലിയ തോതിലുള്ള മറ്റു പല സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുക്ക് ഫെയറുകളിൽ ഒന്നാണ് ഷാർജ ബുക്ക് ഫെയർ. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ അത് നമ്മൾ ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ബഹുമാനം ആദരവ് തോന്നുകയാണ് ഡോക്ടർ സുൽത്താൻ അൽ കാശ്മീരിയോട്, ഷാർജ പ്രിയപ്പെട്ട ഷാർജ ഭരണാധികാരിയോട്. നമുക്ക് പ്രത്യേകമായിട്ടുള്ള അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അസോസിയേഷൻ്റെ ഭാരവാഹികൾ പറയുന്നത് കേട്ടു, ഇന്ത്യക്കാരോട് ഇപ്പം ക്രിസ്ത്യൻ എന്താണ് സെമിട്രി, അതിനുള്ള അപ്രൂവൽ കൊടുത്തു. നമ്മുടെ സ്കൂളുകൾക്ക് അപ്രൂവൽ കൊടുക്കുന്നു, സെമിട്രി ക്രെമറ്റേറിയത്തിന് അപ്രൂവൽ കൊടുക്കുന്നു. ആ എൻ്റെ ആദ്യത്തെ സ്പോൺസറുടെ പേര് അബ്ദുള്ള ബിൻ ജുമാ മുഹമ്മദ് എന്നാണ്. അദ്ദേഹം അന്ന് ബ്രിട്ടീഷ് ആർമി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ട്രൂപ്പ് ഷാർജ, BTS, അത് ആർമി, റോയൽ എയർഫോഴ്സ്, എയർഫോഴ്സ്, ഈ പേരിൽ ബ്രിട്ടീഷ് എയർഫോഴ്സ്. ഇത് രണ്ടും ഉണ്ടായിരുമ്പോൾ അവിടുത്തെ ലേബർ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്നത് ഇദ്ദേഹമാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോൾ നമ്മൾ കാണുന്ന അൽക്കാസ്മിയ എന്ന് പറഞ്ഞ വലിയൊരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയുടെ അതോറിറ്റി ആയിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചു. അങ്ങനെ ഞാൻ ഈ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി. എന്നോട് ഇവിടുത്തെ വളരെ പ്രായമായിട്ടുള്ള 2-3 ക്രിസ്ത്യൻ സഹോദരന്മാർ വന്നിട്ട്, അവരൊക്കെ ഇവിടുന്ന് പോയി, നാട്ടിൽ പോയി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ, വളരെ പ്രായമായവരാ. അവർ വന്ന് ഒരു ചർച്ചിന് സ്ഥലം വേണം, അപ്പോൾ അതിന് അബ്ദുള്ള ജുമയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ അദ്ദേഹം വൈകിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ആളുകൾ വന്നിട്ടുണ്ട്, ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞാൽ എന്താ അറിയും, പ്ലീസ് ടെൽ ദം ടു റൈറ്റ് എ ലെറ്റർ റിക്വസ്റ്റിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്, അങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തരാൻ പറഞ്ഞു. അങ്ങനെ അവർ നെക്സ്റ്റ് ഡേ എനിക്ക് കൊണ്ടുവന്നു. നെക്സ്റ്റ് ഡേ ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഒരാഴ്ച എടുത്തുള്ളൂ, അദ്ദേഹം അതിനുള്ള സ്ഥലം അപ്രൂവ് ചെയ്തു. ഇത് ഏത് വർഷമായിരിക്കാം? അത് എനിക്ക് തോന്നുന്നത് 73-ലാണ്. ശ്രീ കെ വി ശംസുദ്ദീനുമായിട്ടുള്ള സംഭാഷണം വ്യക്തിപരമായി ഞാൻ തുടരും. അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ കേൾക്കാം. തീർച്ചയായിട്ടും ഇപ്പം അങ്ങ് ഈ നമ്മുടെ ഓർമ്മകൾ തുറക്കുമ്പോൾ
അങ്ങ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പ്രവാസികൾക്ക് ഗുണകരമായി. ഇപ്പോൾ ചർച്ചിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കാര്യം, ഇപ്പോൾ 72 നടന്ന ചർച്ചകൾക്ക് എങ്ങനെ അപ്രൂവൽ കിട്ടിയെന്നുള്ളത്, അതിന് ഇൻസ്ട്രുമെൻ്റലാകാൻ അങ്ങക്ക് പറ്റി എന്നൊക്കെ അത് പറയും. വളരെ ചെറിയൊരു ചർച്ചയാണത്. അത് ഇപ്പോഴത്തെ അത്ര വലിയ അല്ല, ഇതൊന്നുമല്ല. അത് എന്നാലും ആ കൺസെപ്റ്റിൻ്റെ തുടക്കത്തിന് അതെ, അതെ. ഇനിഷ്യേറ്റ് ചെയ്യാൻ അങ്ങേക്ക് കഴിഞ്ഞു എന്നുള്ളതൊക്കെ പുതിയ അറിവുകളാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞ ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ കാര്യത്തിന് നിങ്ങൾക്ക് ബർജിൽ യോജിത്തിനെ സമീപിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടെ ഞങ്ങൾക്കെല്ലാവർക്കും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന മലയാളി പ്രേക്ഷകർക്കും ഇന്ത്യക്കാർക്കും ഇവിടെ വരാനും ജീവിക്കാനും, ഇതുപോലെ സുന്ദരമായ ഒരു രാജ്യത്ത്, തുല്യനീതി ലഭിക്കുന്ന ഒരു രാജ്യത്ത്, അതിൻ്റെ പൗരന്മാർക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ, ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ, ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ ആചരിക്കുവാൻ, ഞങ്ങളുടെ കൾച്ചറൽ വാല്യൂസ് അത് സെലിബ്രേറ്റ് ചെയ്യുവാൻ. ഇന്നലെയൊക്കെ നടന്ന പരിപാടിയിൽ 1 ലക്ഷം പേരാണ് പങ്കെടുത്തത്, കേരളോത്സവം പോലെയുള്ള പരിപാടി. അങ്ങനെയുള്ള കൾച്ചറൽ വാല്യൂസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തന്ന ഈ പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് ഞാനും ശ്രീ കെ.വി. ശംസുദ്ദീനും പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരെല്ലാം ഒന്നിച്ചു ചേർന്ന് ഹൃദയത്തിൽ നിന്ന് ഒരു അഭിവാദ്യം അർപ്പിക്കുന്നു. ഈ രാജ്യത്തിന്, ഇതിലെ ഭരണാധികാരികൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ഇന്ത്യയും വളർച്ചയും നേരുകയാണ്. ഇന്ത്യയും പ്രാർത്ഥിക്കാൻ ഈ സമയം അതെ, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തിപ്പെട്ടു വരുന്നതാണ് കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ തലത്തിലും മുമ്പോട്ട് പോകുന്ന, സൗഹൃദത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്ന 2 രാജ്യങ്ങളായി, എന്നാൽ ഒരു മനസ്സായി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീ കെ.വി. ശംസുദ്ദീൻ, നമുക്ക് ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ പാർട്ട്ണർ ഷെയ്ഖ് സുൽത്താൻ ബിൻ സൗദ് അൽ ഖാസിമിയോട് പറഞ്ഞു, ഷെയ്ഖ്, ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഞാൻ ഈ നാട്ടിൽ വെച്ചാണ് മരിക്കുന്നതെങ്കിൽ ഈ നാട്ടിൽ മറവരിക്കണം. അതാണ് എല്ലാ പ്രിയപ്പെട്ട എൻ്റെ ആഗ്രഹത. ഞങ്ങളെ ഞങ്ങളാക്കിയ ഈ മണ്ണിലേക്ക് തിരികെ പോകാനുള്ള ആഗ്രഹം പോലുമാണ് ശ്രീ കെ.വി. ശംസുദ്ദീൻ പ്രകടിപ്പിച്ച. അത്രയ്ക്ക് അഗാധമാണ് ഈ മണ്ണും ഇവിടുത്തെ കാറ്റും ഞങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഞങ്ങളുടെ ഓരോ കോശങ്ങളിലും ഉള്ളത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഇതേ ഫീലിംഗ് ഷെയർ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച ശ്രീ കെ.വി. ശംസുദ്ദീനുമായി വീണ്ടും കാണാം. താങ്ക് യു.